നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അവര് പറയുന്നത് വെച്ചാൽ ഇപ്പൊ എനിക്ക് കുറെ വണ്ണമുണ്ട്, ഇതിന് കാരണം ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ മൊത്തത്തിൽ ഒഴിവാക്കി ഞാൻ വെജിറ്റേറിയൻ ആയാലോ. പക്ഷെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ അവരിങ്ങനെ നോൺ വെജിറ്റേറിയൻ മാറ്റി വെജിറ്റേറിയൻ ആയാലും അവരുടെ വെയിറ്റ് സെയിം ആയിരിക്കും, അവർ സ്റ്റിൽ ഒബീസ് തന്നെ ആയിരിക്കും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒബീസ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, അയാൾ ഒരു ദിവസം കഴിക്കുന്ന 3500 കലോറി ആയിരിക്കും. അപ്പം പണ്ട് അയാൾ കഴിച്ചുകൊണ്ടിരുന്നത് നോൺ വെജിറ്റേറിയനും കഴിക്കുമായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് പുള്ളി 3500 കഴിക്കുന്നത്. അപ്പം ഇപ്പൊ പുള്ളി ഫുള്ളി നോൺ വെജിറ്റേറിയൻ അയാളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത്, എന്നിട്ട് പുള്ളി വെജിറ്റേറിയൻ ആയി. അപ്പം പുള്ളി അതേപോലെ കഴിക്കുകയും ചെയ്യും. അതിന് പകരം ഇപ്പം ചിക്കനും മുട്ടയ്ക്കും ബീഫിനൊക്കെ പകരം പുള്ളി ചോറൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്, പിന്നെ കുറെ വെജിറ്റബിൾ കറികളൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പം പുള്ളി ആ ഒരു കലോറി അച്ചീവ് ചെയ്യുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ വയറ് നിറയെ, നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ വയറ് നിറയെ പുള്ളി ഈ വെജിറ്റേറിയൻ ഫുഡായിരിക്കും കഴിക്കുന്നത്, ചോറൊക്കെ ആയിരിക്കും കുറെ കഴിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളി വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് പുള്ളിയുടെ ബോഡിക്ക് നേരത്തെ ചെന്നുകൊണ്ടിരുന്ന അത്രയും പ്രോട്ടീൻ ചെല്ലുന്നില്ല. ആ പ്രോട്ടീന് പകരം കാർബോഹൈഡ്രേറ്റ്സ് ആ പുള്ളി ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ചെല്ലുന്നത്. നേരത്തെ അറ്റ്ലീസ്റ്റ് പ്രോട്ടീനെങ്കിലും കുറച്ച് ചെല്ലുന്നുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളിയുടെ ബോഡിയിൽ ചെല്ലുന്നത് കുറെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതുകൊണ്ട് ഈ ഇൻഡിവിജ്വലിന്റെ വെയിറ്റ് പഴയ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. പുള്ളിക്ക് 120 കിലോ ആണെങ്കിൽ ആ 120 കിലോ തന്നെ നിൽക്കുകയും ചെയ്യും. വലിയ മാറ്റമൊന്നും വരത്തില്ല. ചിലപ്പോൾ കുറച്ച് കൂടാനേ ചാൻസ് ഉള്ളൂ, ഇത്രയും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ, ഇത്രയും ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ബോഡി ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ആവുമെന്ന് കരുതി നോൺ വെജിറ്റേറിയൻ മൊത്തത്തിൽ ഒഴിവാക്കി നിങ്ങൾ വെജിറ്റേറിയൻ ആയാൽ നിങ്ങൾ ഒരിക്കലും ഹെൽത്തി ആവത്തില്ല. നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷൻ, നിങ്ങൾ ഇപ്പം അൺഹെൽത്തി ആയിട്ട് പോവാണെങ്കിൽ ആ അൺഹെൽത്തി ആയിട്ട് തന്നെ പോകത്തേ ഉള്ളൂ. ഇതിൽ മെയിൻ ചേഞ്ച് വരുന്നെങ്കിൽ നിങ്ങൾ കലോറി ഡെഫിസിറ്റിൽ പോകണം. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പോകുന്നത് കലോറി സർപ്ലസിലായിരിക്കും പോകുന്നത്. ഒരു ആവറേജ് ഇന്ത്യക്കാരനെ നേരത്തെ 10 വയസ്സ് തൊട്ട് തന്നെ കലോറി സർപ്ലസിലാവുന്ന, കലോറി സർപ്ലസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മെയിൻ്റെനൻസ് കലോറി എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് കലോറി നമ്മൾ ഫുഡ് കഴിച്ചു പോയാൽ നമ്മുടെ വെയിറ്റ് ഇപ്പൊ കറന്റ് എത്ര അതിൽ തന്നെ ആയിരിക്കും. കലോറി ഡെഫിസിറ്റ് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് കുറയും, കലോറി സർപ്ലസിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് കൂടും. അപ്പം ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റിസൺ ഒരു 10-12 വയസ്സ് തൊട്ട് തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്ത് ഈ കലോറി സർപ്ലസിലാണ് ശീലിച്ചു പോകുന്നത്. അങ്ങനെ ഈ 10-45 വയസ്സ് വരെ ആ ഇൻഡിവിജ്വൽ അങ്ങനെ പോകും. അങ്ങനെ 45 വയസ്സാകുമ്പോൾ കുറെ രോഗങ്ങളൊക്കെ വരും. കുറെ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറെ ഫൂളിഷ് തീരുമാനങ്ങളൊക്കെ എടുക്കും. അപ്പം നോൺ വെജിറ്റേറിയൻ അത് വെജിറ്റേറിയൻ ആവും. അപ്പം വീണ്ടും 2-3 വർഷം അങ്ങനെ പോകുമ്പോൾ അതിൽ വീണ്ടും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, വീണ്ടും വെയിറ്റ് കൂടത്തേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ചെന്ന്. അപ്പോൾ വീണ്ടും ഡോക്ടർമാർക്ക് ചെല്ലും, ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് വീണ്ടും ഈ ഫാർമ കമ്പനീസ് തരുന്ന ഗുളിയൊക്കെ കഴിച്ച് അവരുടെ അടിമയായിട്ട് ജീവിതകാലം മൊത്തം അങ്ങ് ജീവിച്ചു. ഇതാണ് 90% ഒരു ഇന്ത്യൻ സിറ്റിസൺ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പം ഒരാൾ ആനിമൽസ് സഫർ ചെയ്യുന്നു, അതുകൊണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മൈൻഡിൽ നോൺ വെജിറ്റേറിയൻ മാറ്റി ഞാൻ ഫുള്ളി വെജിറ്റേറിയൻ ആയി ജീവിക്കുകയെന്ന് തീരുമാനിച്ചാൽ അത് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഫെയർ ആയിട്ടുള്ള തീരുമാനമാണ്, അത് അത്യാവശ്യം കൂളാണ്. പക്ഷെ ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ ഞാൻ അൺഹെൽത്തി ആവും, അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയനിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ഇങ്ങനെ മാറുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ മാറ്റി എനിക്ക് ഹെൽത്തി ആവണം എന്ന് കരുതി വെജിറ്റേറിയനിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയുക, അതിലൊരു കാര്യമില്ല. ഇതിൽ മെയിൻ കാര്യം നിങ്ങൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എന്തോരം കഴിക്കുന്നു, അതിലാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കറിയാം വെജിറ്റേറിയൻ മാത്രം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നവർ, കാരണം അവർ അതിനനുസരിച്ച് വെജിറ്റേറിയൻ കഴിക്കത്തുള്ളൂ. ഇപ്പം അവർ പ്രോട്ടീൻ ആണെങ്കിൽ ബ്രൊക്കോളിയും പയറും അതുപോലത്തെയൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് പ്രോട്ടീനും അവരുടെ ബോഡിയിൽ ആവശ്യത്തിന് കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടെ ഇങ്ങനെ വെജിറ്റേറിയൻ ആയിട്ട് പ്രോട്ടീനെ ഫോക്കസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? ഈ ബ്രൊക്കോളി എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ ബ്രൊക്കോളിയെ പറ്റി? ഇല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴേക്കും ഒരു ആവറേജ് ഇന്ത്യൻ ഒരു ബ്രൊക്കോളി കാണുന്നത് തന്നെ. അപ്പം ബ്രൊക്കോളിയാണ് വെജിറ്റേറിയനിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്നത് എൻ്റെ ഒരു അറിവിൽ. അപ്പം അതുപോലും ആരും കഴിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റേറിയൻ കാർബാണ് ബാക്കിയുള്ള വെജിറ്റബിൾസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പം കാർബാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ കഴിച്ചാലും നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും ആ ഒരു കറക്റ്റ് കലോറി കഴിക്കാൻ നോക്കുക. ഇപ്പം നോൺ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ഭയങ്കര കലോറി സർപ്ലസിൽ പോയാലും നിങ്ങൾ അൺഹെൽത്തി ആകും, നിങ്ങൾ ഒബീസ് ആവും, നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്ന് തീരും. ഇതാ സംഭവിക്കുന്നത്. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നിങ്ങൾ കലോറി സർപ്ലസിൽ പോയാൽ നിങ്ങളുടെ വെയിറ്റ് കൂടും, കലോറി മെയിൻ്റെനൻസിൽ പോയാൽ നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ ഉള്ള എങ്ങനെയാണ് അത് തന്നെ ആയിരിക്കും, കലോറി ഡെഫിസിറ്റിൽ പോയാൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. ഒരു ഒബീസ് ആയിട്ടുള്ള ആൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ കലോറി സർപ്ലസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? മെയിൻ്റെനൻസ് കലോറിയിലേക്ക് വരണം. അങ്ങനെ കുറച്ച് കാലം അവിടെ നിൽക്കണം. അപ്പം ചെറിയ വെയിറ്റിൽ ചെറിയ വ്യത്യാസം വരും. പതുക്കെ കലോറി സർപ്ലസിലേക്ക് പതുക്കെ പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട്. ഞാൻ ഇതിൽ നിന്ന് വർക്കൗട്ട് ഒഴിവാക്കുന്ന വെച്ചാൽ എല്ലാവരും വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം അത്ര ഉള്ളു ഗായ്സ്. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.